ടാസ്കിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ നന്ദനയും പിന്നെ ആങ്ങളമാരും വീണ്ടും ജിൻഡോടെ മണ്ടയ്ക്ക് കയറുകയുണ്ടായി ലൈവിനകത്ത്. തൊള്ളയടച്ച് വെക്കടോ താൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൻ നല്ല കലിപ്പിലായിരുന്നു. നന്ദൻ ഒരു കട്ട എക്സ്ട്രാ എടുത്തു എന്നോ എന്തോ ഒരു കാര്യം ജിൻഡോ പറയുന്നു. ഇത് ടാസ്ക് ഡീറ്റെയിൽ ആണ്. അത് നന്ദനയ്ക്ക് കൊള്ളുന്നുണ്ട്, ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നുണ്ട്. കൊട പിടിക്കാൻ ആങ്ങളമാരും ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ, പ്രത്യേകിച്ച് സിജോ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, കാരണം ലൈവിൽ ഒരു ഫൺ ബഹളം തന്നെയായിരുന്നു ഇത്. എന്തെങ്കിലും കേൾക്കാൻ പറ്റിയിട്ട് വേണ്ട നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട്. ജിൻഡോയും നന്ദനയും തമ്മിൽ ഇതിന് മുമ്പും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ടീമിൽ ഇരിക്കെ തന്നെ. പിന്നീട് കോംപ്രമൈസ് ആയിട്ടും ഉണ്ട്. അങ്ങനെ നോക്കി കാണാം ഈ ഒരു വഴക്കിനെ. ഇവർ കോംപ്രമൈസ് ആവുമായിരിക്കും, ആ സമയത്ത് പറയും എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്ക്, ഊതുന്ന ടാസ്ക് ആണ്. ഒരു ബൗളില് പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട്. അത് ഊതി പറപ്പിക്കണം. അതിൽ നന്ദനയ്ക്ക് ഒരു ബ്രീതിങ് ഇഷ്യൂ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നന്ദനയ്ക്ക് അത് ഉണ്ടാവാൻ കാരണം പരിശോധിക്കുന്ന സമയത്ത് ടീമുകളുടെ ഡിവിഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് ടീമിലുള്ളത് 4 പേരാണ്: ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി. ഡെന്നില് 2 പേരാണ്: ജിൻഡോ, നന്ദന. ടണലില് സിജോ, അപ്സര, സായി. പീപ്പിൾസില് അൻസിബ, ശ്രീതു, നോറ. നിങ്ങൾ ഈ ഒരു ഡിവിഷൻ ഒന്ന് നോക്കിക്കേ. ഒരു ടീമില് മാത്രം 4 പേര്, ഡെന്നിൽ 2 പേര്, ബാക്കി 2 ടീമുകളിൽ 3 പേര്. റസ്മിൻ ഔട്ട് ആയതോടെ 12 പേരാണ് ആ വീട്ടിലുള്ളത്. 3 പേരെ വീതം ഡിവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. മത്സരം ഫെയർ ആയിട്ടങ്ങ് നടക്കും. പക്ഷെ അത് ബിഗ് ബോസ് ചെയ്യത്തില്ലല്ലോ, കാരണം ബിഗ് ബോസിന്റെ പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയുടെ ടീമിന്റെ അത് 4 പേര് വേണം. നന്ദനയ്ക്ക് ബ്രീതിങ് ഇഷ്യൂ വരാൻ കാരണം ജിൻഡോയുമായിട്ട് റിപ്പീറ്റഡ്ലി റൊട്ടേഷൻ നടത്തിയത് കൊണ്ടാണ്. അപ്പുറത്തെ നെസ്റ്റില് 2 പേര് ചെയ്യേണ്ട ഊതലാണ് നന്ദന ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. 4 പേര് ചെയ്യേണ്ട ഊതലാണ് നന്ദനയും ജിൻഡോയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ടീമുകൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഗെയിം എങ്ങനെ ഫെയർ ആവാനാണ്? ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസും വരും മത്സരാർത്ഥികൾക്ക്. വളരെ മോശമായി പോയി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കെയർലെസ് ആയിട്ട് ബിഗ് ബോസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്.